ഓക്കെ, നമുക്ക് നോക്കാൻ പോകുന്നത് റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങളാണ്. അപ്പൊ ആദ്യം റോഡ് ഗതാഗതം നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 20 വർഷ റോഡ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ റോഡ് എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 20 വർഷ റോഡ് പദ്ധതി ആരംഭിച്ചു. ആ വർഷം സ്ത്രീധന നിരോധന നിയമം വന്ന വർഷമാണ് 1961. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു 20 വർഷ റോഡ് പദ്ധതി വന്നു എന്ന് 1961. ഇനി നമ്മുടെ റോഡുകൾ എന്താണ്, നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിർമ്മാണം, അറ്റകുറ്റപ്പണി എല്ലാം കൂടി ഒരാൾക്ക് തന്നെ നോക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും റോഡിനെ തിരിച്ചിട്ടുള്ളത്? നാഷണൽ ഹൈവേ, ദേശീയ ഹൈവേ, സംസ്ഥാന പാത, ജില്ലാ റോഡ്, പഞ്ചായത്ത് റോഡ്. അപ്പൊ നമ്മുടെ എന്താണ് അറ്റകുറ്റപ്പണി നടത്താനും നിർമ്മാണത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റോഡിനെ ദേശീയ പാതകൾ എന്നും പറഞ്ഞ് എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്? ദേശീയ പാതകൾ, സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ എത്ര തിരിച്ചിട്ടുണ്ട്? 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏതാണ്? ദേശീയപാത. അപ്പൊ ദേശീയപാത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദേശീയപാതയുടെ നിർമ്മാണം എല്ലാം നോക്കുന്നത് ആരായിരിക്കും? കേന്ദ്രമായിരിക്കും അല്ലേ? അപ്പോ കേന്ദ്ര സർക്കാർ നിർമ്മിക്കുകയും കേന്ദ്ര സർക്കാർ തന്നെ എന്ത് ചെയ്യും, അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്ന റോഡുകളാണ് ഏത് റോഡുകൾ? ദേശീയപാതകൾ. കേന്ദ്ര സർക്കാരാണ് നിർമ്മിക്കുന്നത്, അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അറ്റകുറ്റപ്പണികളും നടത്തുന്നത്. ഇനി പ്രധാന നഗരങ്ങൾ, പ്രധാന തുറമുഖങ്ങൾ, റെയിൽവേ ജംഗ്ഷനുകൾ ഇവയെ തമ്മിൽ ഈ റോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധിപ്പിക്കുന്നുണ്ട്. പ്രധാന നഗരങ്ങൾ, പ്രധാന തുറമുഖങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഇവയെ തമ്മിലാണ് ഈ ദേശീയപാത എന്ത് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത്. ഇനി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI എന്നാണ് വന്നത് 1995. അപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ദേശീയ പാത അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന എന്നാണ് 1995. ഇതൊരു എന്താണ്, സ്വയംഭരണ സ്ഥാപനമാണ്. ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഏത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ്? ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഏത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി ദേശീയപാതകളുടെ വികസനം, അറ്റകുറ്റപ്പണികൾ, അതുപോലെ പ്രവർത്തനം, ഇതാണ് എന്തിന്റെ, ഈ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുമതലകൾ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ദേശീയപാതകളുടെ വികസനം, അറ്റകുറ്റപ്പണികൾ, പ്രവർത്തനം. ഓക്കെ, ദേശീയപാതകളുടെ വികസനം, അറ്റകുറ്റപ്പണികൾ, പ്രവർത്തനം, ഇതൊക്കെയാണ് ആരുടെ ചുമതല? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് നിലവിൽ വന്നു 1995. അപ്പൊ കിട്ടിയല്ലോ ദേശീയപാത. അപ്പൊ ദേശീയപാത എന്ന് പറയുമ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാരാണ് അതെന്ത് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാരാണ് അത് നിർമ്മിക്കുകയും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്നത്. പിന്നെ പ്രധാന നഗരങ്ങൾ, പ്രധാന തുറമുഖങ്ങൾ, റെയിൽവേ ജംഗ്ഷനുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റോഡുകളെ ബന്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1995. അടുത്ത സംസ്ഥാന പാത. അപ്പൊ ആരായിരിക്കും അതിന്റെ മേൽനോട്ടം? സംസ്ഥാന സർക്കാരാണ്. അപ്പൊ സംസ്ഥാന സർക്കാരുകളാണ് സംസ്ഥാന പാതകളുടെ മേൽനോട്ടം വഹിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളെയും ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ടും മറ്റു പ്രധാന പട്ടണങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന തലസ്ഥാനങ്ങളെയും ജില്ലാ ആസ്ഥാനങ്ങളെയും മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? സംസ്ഥാന പാതകൾ. ഓക്കെ അല്ലേ? ഇനി ഈ റോഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ദേശീയപാതയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സംസ്ഥാന പാതയാണ്. സംസ്ഥാന സർക്കാരുകളാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നതെന്ന് പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനം, മറ്റ് പ്രധാന പട്ടണങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ദേശീയപാതയെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാന പാതയെ ദേശീയപാതയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ജില്ലാ റോഡ്. അപ്പൊ ജില്ലാ റോഡ് എവിടെയായിരിക്കും? ജില്ലാ ആസ്ഥാനങ്ങളെയും ജില്ലയിലെ മറ്റു പ്രധാന കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ജില്ലാ ആസ്ഥാനങ്ങളെയും ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ജില്ലാ റോഡ്. അത്രേ ഉള്ളൂ. ഇനി ഗ്രാമീണ റോഡ് എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമീണ റോഡ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ദേശീയ പാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. ഏതാണ്? മഹാരാഷ്ട്ര. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എങ്ങനെ കുറവാണെങ്കിലോ ഒരു ചെറിയ സ്റ്റേറ്റ് തന്നെ ഗോവ കേട്ടോ. അപ്പൊ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര, കുറവാണെങ്കിൽ ഗോവ. അങ്ങനെയാണെങ്കിൽ ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതായിരിക്കും? ജമ്മു കാശ്മീർ ആണ്. ഏതാണ്? ജമ്മു കാശ്മീർ. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ. ഇപ്പൊ കുറവാണെങ്കിലോ
ചണ്ഡീഗഡ്. കുറവേതാണ്? ചണ്ഡീഗഡ്. കുറവേതാണ്? ചണ്ഡീഗഡ്. കുറവ് ചണ്ഡീഗഡ്. ഇനി ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം? നമ്മൾ പറഞ്ഞില്ലേ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു? മഹാരാഷ്ട്ര. ഈ മഹാരാഷ്ട്രയിൽ കൂടി തന്നെയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത്. എത്ര എണ്ണമാണെന്ന് അറിയാവോ? അല്ലടോ, 102. എത്ര എണ്ണമാണ്? 102. അപ്പൊ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എത്ര എണ്ണം ഉണ്ട്? 102 എണ്ണം ഉണ്ട്. ഇനി അപ്പൊ ഏറ്റവും കുറവ് ദേശീയപാത കടന്നു പോകുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ഗോവ അല്ല കേട്ടോ, അതേതാണ്? മേഘാലയ ആണ്. ഏതാണ്? മേഘാലയ. 5 എണ്ണമാണ്. അപ്പൊ ഏറ്റവും കൂടുതലാണെങ്കിൽ മഹാരാഷ്ട്ര 102 ദേശീയപാതയുണ്ട്. ഏറ്റവും കുറവാണെങ്കിൽ മേഘാലയ 5 ദേശീയപാതകളാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44. NH44. അതിന്റെ പഴയ പേരെന്താണ്? NH7. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44. NH44 പഴയ പേരാണ് NH7. ഈ NH44 ആരെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? അങ്ങറ്റോ ഇങ്ങറ്റോ. ശ്രീനഗറും കന്യാകുമാരി. ആരൊക്കെ തമ്മിലാണ്? ശ്രീനഗറിനെയും കന്യാകുമാരിയും തമ്മിലാണ് ഏത് ബന്ധിപ്പിക്കുന്നത്? NH44. അപ്പൊ ഏറ്റവും വലുത് പറയുമ്പോ ഏതും ചെയ്യണം? ചെറുത്. ഏറ്റവും നീളം കുറഞ്ഞത് ഏതായിരിക്കും? ഏത്? ബി. NH966B. 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 അത് ഏതിനെയൊക്കെ തമ്മിലെന്നറിയാമോ? വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും. ഏതിനൊക്കെയാണ്? വെല്ലിംഗ്ടൺ, കുണ്ടന്നൂർ. വെല്ലിംഗ്ടൺ, കുണ്ടന്നൂർ. 966B. അതിന്റെ പഴയ പേരാണ് NH47A. എന്താണ്? NH47A എന്നാണ് പഴയ പേര് കേട്ടോ. പുതിയ പേരാണ് ഏത്? NH966B. ഏറ്റവും നീളം കൂടിയത് ഏതാണ്? 44. ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കും? ശ്രീനഗർ, കന്യാകുമാരി. ഏറ്റവും നീളം കുറഞ്ഞതാണെങ്കിൽ 966B. ഏതൊക്കെ തമ്മിൽ? വെല്ലിംഗ്ടൺ, കുണ്ടന്നൂർ. ഓക്കെ അല്ലേ? ഇനി BRO, ബ്രോ എന്ന് എടുത്തിട്ടുണ്ടോ? എന്താണിത്? റോഡ് ഓർഗനൈസേഷൻ. എന്താണ്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ബോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിർത്തി അല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഏത്? ഈ BRO അല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. എന്ത് ചെയ്യുന്നു? രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാണ് ഇത് വന്നത്? 1960 മെയ് 7. അങ്ങനെയാണെങ്കിൽ മെയ് 7ന്റെ പ്രത്യേകത എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ഡേറ്റ് ഏതാണ്? മെയ് 7 ആണ് കേട്ടോ. അതേ മെയ് 7. അപ്പൊ 1960 മെയ് 7 എന്ത് വന്നത്? ബ്രോ അല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ആ ബോർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിർത്തി. അപ്പൊ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് ആര്? ഈ ബ്രോ എന്ന് പറയുന്ന ആള്. ഓക്കെ അല്ലേ? എവിടെയായിരിക്കും ആസ്ഥാനം? ന്യൂഡൽഹിയിലാണ്. അപ്പൊ BRO അല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഓക്കെ അല്ലേ? ഇനി റോഡ് ശൃംഖലയിലെ ലോകത്ത് തന്നെ 2ാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? ഇന്ത്യക്കാണ് കേട്ടോ. അപ്പോ റോഡ് ശൃംഖലയിൽ ലോകത്ത് 2ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇനി നിങ്ങൾ ഭാരതമാല എന്ന് കേട്ടിട്ടുണ്ടോ? ഭാരതമാല. അപ്പൊ നോക്കിയോ, ചെറു തുറമുഖങ്ങൾ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള സംസ്ഥാന റോഡുകളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഭാരതമാല. അപ്പൊ എന്താണ് ഭാരതമാല? ഭാരതമാല. അപ്പൊ ഭാരതമാല എന്ന് ചോദിച്ചാൽ ചെറു തുറമുഖങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യയിലുള്ള ചെറുതായിട്ടുള്ള തുറമുഖങ്ങൾ ഉൾപ്പെടെ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള എന്തിന്റെ? സംസ്ഥാന റോഡുകളുടെ വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് ഇത് ഭാരതമാല. അപ്പൊ എന്തായാലും ഇതൊരു റോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചെറു തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള എന്താണ്? തീരദേശ അതിർത്തി പ്രദേശങ്ങളിലുള്ള സംസ്ഥാന റോഡുകളുടെ വികസനം ലക്ഷ്യമാക്കി വന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഭാരതമാല. ഏതാണ്? ഭാരതമാല. ഓക്കെ അല്ലേ? കിട്ടിയോ? നോക്കിയോ, ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന് നൽകിയ പുതിയ പേര് അറിയാമോ? ന്യൂഡൽഹിയിലുള്ള ഡൽഹൌസി റോഡിന് കൊടുത്തിട്ടുള്ള പുതിയ പേരാണ് ദാരാ ഷിക്കോഹ് റോഡ്. എന്താണ്? ദാരാ ഷിക്കോഹ് റോഡ്. ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന് കൊടുത്ത പുതിയ പേരാണ് എന്ത്? ദാരാ ഷിക്കോഹ് റോഡ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇലക്ട്രിക് ബസ് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്?
അല്ല, ലഡാക്കിലാണ് കേട്ടോ. ലഡാക്ക് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടറബിൾ റോഡ് എവിടെയാണ്? ലഡാക്കിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടറബിൾ റോഡാണ് ഏത്? എവിടെ? ലഡാക്കാണ് കേട്ടോ. ലഡാക്കിലാണ്. ലഡാക്ക് എവിടെയാണ്? ലഡാക്ക്. ഓക്കെ അല്ലേ? കിട്ടിയോ? ഓക്കെ, അടുത്ത് നോക്കിയോ. സുവർണ ചതുഷ്കോണം ഒന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് സുവർണ ചതുഷ്കോണം? ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ള നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ നോക്കിയോ, സുവർണം എന്ന് വെച്ചാൽ ചതുഷ്കോണം, അത് നമുക്ക് അത് തന്നെ കിട്ടും. ചതുഷ്കോണം എന്താണ്? 4. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് ഏത്? സുവർണ ചതുഷ്കോണം. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 മെട്രോ നഗരങ്ങളായ ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. നമുക്കൊരു ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. ഇത് ഇങ്ങനെ ഈ 4 എന്താണ് മെട്രോ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അതിവേഗ ഇടനാഴിയാണ് എന്തത്? അതിവേഗ ഗതാഗത ഇടനാഴിയാണ് എന്ന് പറയുന്നത് സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ 4 വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ തുടങ്ങിയ അതെന്താണ് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഗതാഗത ഇടനാഴിയാണ് ഏത്? സുവർണ ചതുഷ്കോണം. എന്നാണ് ആ പദ്ധതി തുടങ്ങിയത്? 99-ലാണ് കേട്ടോ. എന്നാണ്? 99. അപ്പൊ സുവർണ ചതുഷ്കോണം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1999. അപ്പൊ ആരായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി? AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. അപ്പൊ ആരായിരിക്കും തറക്കല്ലിട്ടത്? അടൽ ബിഹാരി വാജ്പേയി, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ് എന്ത് ചെയ്തത്? ഇതിന് തറക്കല്ലിട്ടത്. കിട്ടിയല്ലോ സുവർണ ചതുഷ്കോണം. ഓക്കെ അല്ലേ? ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? വാഹന നഗരം കെവാഡിയാണ് കേട്ടോ. ഏതാണ്? കെവാഡിയ. കെവാഡിയ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അപ്പൊ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കെവാഡിയ. കെവാഡിയ എവിടെയാണ്? ഗുജറാത്ത്. ആദ്യത്തെ ഇലക്ട്രിക് വാഹന നഗരമാണ് കെവാഡിയ. കെവാഡിയ എവിടെയാണ്? ഗുജറാത്ത്. എന്നാൽ വന്യജീവികൾക്ക് എക്സ്പ്രസ് വേ കടന്നു പോകാൻ ഹരിത മേൽപ്പാലം നിർമ്മിച്ച നഗരം ഏതാണ്? നാഗ്പൂർ. ഏതാണ്? നാഗ്പൂർ. അതായത് വന്യജീവികൾക്ക് ഈ എക്സ്പ്രസ് വേ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഹരിത മേൽപ്പാലം നിർമ്മിച്ചു. എവിടെ? നാഗ്പൂർ. നാഗ്പൂർ നല്ല ക്വസ്റ്റ്യൻ ആണ്. വന്യജീവികൾക്ക് എക്സ്പ്രസ് വേ കടന്നു പോകാൻ ഹരിത മേൽപ്പാലം നിർമ്മിക്കുന്ന നഗരമാണ് നാഗ്പൂർ. ഏതാണ്? നാഗ്പൂർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീട്ടുപടിക്കലേക്ക് ഡീസൽ എത്തിക്കുവാൻ പദ്ധതി രൂപീകരിച്ച ഇന്ത്യൻ സിറ്റി? ബാംഗ്ലൂർ. വീട്ടുപടിക്കലേക്ക് ഡീസൽ എത്തിക്കാൻ പദ്ധതി രൂപീകരിച്ച ഇന്ത്യൻ സിറ്റിയാണ് ബാംഗ്ലൂർ. ഏതാണ്? ബാംഗ്ലൂർ. ഓക്കെ അല്ലേ? ഓക്കെ, ഏകദേശം ഉള്ളതെല്ലാം കിട്ടിക്കാണും. ഇനി നമുക്ക് ജലഗതാഗതത്തിലോട്ട് പോയാലോ? ഇനി ജലഗതാഗതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ഏത്? ജലഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ഏത്? ജലഗതാഗതം. ഇന്ധനക്ഷമതയുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത മാർഗമാണ് ഏത്? ജലഗതാഗതം. ഇന്ധനക്ഷമതയുണ്ട്, അതുപോലെ എന്താണ്? പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഈ ജലഗതാഗതത്തിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതം. അപ്പൊ ഉൾനാടൻ ജലപാതകളും ഉണ്ട്, സമുദ്ര ജലപാതകളും ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ഉൾനാടനാണ് കേട്ടോ. ഉൾനാടൻ. ഈ റെയിൽവേ ഒക്കെ വരുന്നതിന് മുൻപ് സ്വീകരിച്ചിരുന്ന ഗതാഗത മാർഗമാണ് ഏത്? ഉൾനാടൻ ജലപാത. അപ്പൊ റെയിൽവേ വരുന്നതിന് മുന്നേ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഏതായിരുന്നു? ഉൾനാടൻ ജലപാതയാണ്. ഈ ഉൾനാടൻ എന്ന് പറയുമ്പോഴത്തേക്കും നദികള്, കനാലുകള്, കായലുകള്. ഓക്കെ, നദികൾ, കനാലുകൾ, കായൽ, പിന്നെ ഇവയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഇതിന് ഉള്ള ഗതാഗത മാർഗമാണ് എന്തെന്ന് പറയുന്നത്? ഉൾനാടൻ ജലഗതാഗതം. നദി, കായല്, കനാല്, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവിടെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഉൾനാടൻ ജലപാതകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉൾനാടൻ ജലപാത അതോറിറ്റി അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 1986 ഒക്ടോബർ 27. എന്നാണ്? 1986 ഒക്ടോബർ 27. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി അല്ലെങ്കിൽ ഉൾനാടൻ ജലപാത അതോറിറ്റി നിലവിൽ വന്ന വർഷം 1986 ഒക്ടോബർ 27. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതായിരിക്കും? NW1. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയാണ് NW1, നാഷണൽ വാട്ടർവേസ് 1. ഓക്കെ അല്ലേ? ഇനി കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എന്നാണ്? 68. ഇപ്പൊ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് എന്നാണ്? 68. 1968.
സംസ്ഥാന നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ അതോറിറ്റി നമ്മുടെ ഇവിടുത്തെ ജലഗതാഗത വകുപ്പ് സംസ്ഥാന ജലഗതാഗത വകുപ്പ്. ഇനി നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എവിടെയായിരിക്കും? ആലപ്പുഴ. അപ്പൊ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴ. ഇനി നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സാധനമാണ് NW3. ഏതാണ്? കൊല്ലം കോട്ടപ്പുറം. ഇപ്പോ കൊല്ലം കോഴിക്കോട്. അപ്പൊ ഈ കൊല്ലം കോഴിക്കോടിനെ ജലപാതയായിട്ട് പ്രഖ്യാപിച്ച വർഷം 1993. NW3 എന്തായിട്ട് പ്രഖ്യാപിച്ചത്? ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോ NW3 നമ്മുടെ ഇവിടെ ഉള്ള കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. ഈ NW3 ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ച വർഷം 1993. ഇനി നമുക്കറിയാം ഈസ്റ്റ് കോസ്റ്റ് കനാലും ഉണ്ട്, വെസ്റ്റ് കോസ്റ്റ് കനാലും ഉണ്ട്. അതിൽ NW3 ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ NW3 ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. ദേശീയ ജലപാത 3 എങ്ങനെ അറിയപ്പെടുന്നു? വെസ്റ്റ് കോസ്റ്റ് കനാൽ. അപ്പൊ ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഏതാണ്? NW5. NW5 എന്തെന്നറിയപ്പെടുന്നത്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ. അപ്പൊ വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3യും ഇനി ഈസ്റ്റ് കോസ്റ്റ് കനാലാണെങ്കിൽ NW5. ഓക്കെ അല്ലേ? ഇനി ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം. ജലഗതാഗത നിയമം 2016 മാർച്ച് 25 ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് എന്നാണ്? 2016 മാർച്ച് 25. ഇത് നിലവിൽ വന്നത് അടുത്ത മാസം 2016 ഏപ്രിൽ 12. അപ്പോ ജലഗതാഗത നിയമം അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് 2016 മാർച്ച് 25 നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12. ഓക്കെ അല്ലേ? കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ എത്ര ദേശീയ ജലപാതയുണ്ട്? കേരളത്തില് 4. കേരളത്തിൽ എത്ര ദേശീയ ജലപാതയുണ്ട്? 4. ഒന്ന് പറഞ്ഞു നോക്കടാ, ഏതൊക്കെയാണ്? ഒന്ന് നമ്മളിപ്പോ പറഞ്ഞു NW3. ഓക്കെ, അടുത്ത ഏതൊക്കെ ഉണ്ട്? NW3 ഉണ്ട്, വേറെ പിന്നെ പേര് പറഞ്ഞാൽ മതി, എന്നിട്ട് നമുക്ക് പറയാം ഏതൊക്കെയാണെന്ന്. ആദ്യം NW3 പറഞ്ഞു. NW3, NW3, NW8, NW9, 59. ഏതൊക്കെയാണ്? NW3, NW8, NW9, NW59. കേരളത്തിലുള്ളത് 4 അതിൽ ആദ്യം നമുക്കറിയാം. NW3 എവിടെ മുതൽ എവിടെ വരെ? കോഴിക്കോട്. ഇനി NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി. NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി. 9 ആലപ്പുഴ കോട്ടയം. 59 കോട്ടയം മുതൽ വൈക്കം. പഠിക്കാൻ എളുപ്പമാണ്. ആ സ്ഥലങ്ങളെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ NW3 നമുക്ക് ഓൾറെഡി അറിയാം, കൊല്ലം കോഴിക്കോട്. NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി. NW9 ആലപ്പുഴ കോട്ടയം. NW59 കോട്ടയം വൈക്കം. കിട്ടിയോ? അപ്പം കേരളത്തിൽ മൊത്തം എത്ര ദേശീയ ജലപാതയുണ്ട്? 4. NW3, NW8, NW9, NW59. ഇനി ഒരെണ്ണം ഉണ്ട്, ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആരംഭിക്കും, പക്ഷെ അതിന്റെ NW9 ആലപ്പുഴ കോട്ടയം, NW59 കോട്ടയം വൈക്കം. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ നിന്ന് ആരംഭിക്കും പക്ഷെ അതിന്റെ ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. അതേതെന്നറിയാവോ? കേരളത്തിൽ നിന്ന് ആരംഭിക്കും ജലപാത, ദേശീയ ജലപാതയാണ്, പക്ഷെ അതിന്റെ ഭൂരിഭാഗം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അതേതെന്നറിയാമോ? NW13. ഏതാണ്? NW13. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശങ്ങളും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാതയാണ് NW13. അതിനെ AVM കനാൽ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്തെന്നറിയപ്പെടുന്നു? AVM കനാൽ. എടാ, കേരളത്തിൽ മൊത്തം എത്രണ്ണേ ഉള്ളൂ പൂർണ്ണമായിട്ടുള്ളത്? 4. പക്ഷെ ഇതെന്താണ്? കേരളത്തിൽ നിന്ന് ആരംഭിക്കും, ഭൂരിഭാഗവും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അതേതാണ്? NW13. അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് AVM കനാൽ. AVM കനാൽ. ഇനി ഒരു 3 ആസ്ഥാനം ചോദിക്കാം. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നോയിഡ ഉത്തർപ്രദേശ്. അപ്പൊ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനമാണ് നോയിഡ ഉത്തർപ്രദേശ്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം കോർപ്പറേഷൻ കൊൽക്കത്ത. അപ്പൊ കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. കോർപ്പറേഷൻ കൊൽക്കത്ത. ഇനി നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം അത് ഗായിഘട്ട് പാട്ന. എവിടെയാണ്? ഗായിഘട്ട് പാട്ന. അപ്പോ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി എവിടെയാണ്? അത് നോയിഡ ഉത്തർപ്രദേശ്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനമാണെങ്കിൽ കൊൽക്കത്ത.
നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനമാണെങ്കിൽ ഗായിഘട്ട് പാട്ന. ഗായിഘട്ട് പാട്ന. ഗായിഘട്ട് പാട്ന. ആ ക്വസ്റ്റ്യൻ എന്താണ്? നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനമാണ് എവിടെ? ഗായിഘട്ട് പാട്ന. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകൾ നമ്മൾ 5 പഠിക്കുകയാണ്. 1 മുതൽ 5 വരെ. 1 ഏതാണ്? NW1 ആദ്യത്തേതല്ലേ? അലഹബാദ്, ഹാൽഡിയ. NW1 ഏതാണ്? അലഹബാദ്, ഹാൽഡിയ. ഏതൊക്കെ നദിയിലായിട്ടാണ്? ഗംഗ, ഭഗീരഥി, ഹുഗ്ലി. ഏതൊക്കെയാണ്? ഗംഗ, ഭഗീരഥി, ഹുഗ്ലി. 1620 കിലോമീറ്റർ ആണ് നീളം. 1620. ഇപ്പൊ ദേശീയ ജലപാത 1 NW1 ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അലഹബാദ്, ഹാൽഡിയ. നദി ചോദിച്ചാൽ മെയിൻ ആയിട്ടും ഗംഗ, പിന്നെ ഭഗീരഥി, ഹൂഗ്ലി. എത്രയാണ് കിലോമീറ്റർ? 1620. അടുത്ത 2 NW2 സാദിയ, ദുബ്രി. സാദിയ, ദുബ്രി. ദുബ്രി എവിടെയാണ്? ആസമിലാണ് കേട്ടോ. സാദിയ, ദുബ്രി. സാദിയ, ദുബ്രി. നദി ഏതാണ്? 2 അറിയാം. ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര. അപ്പൊ NW2 നദി ഏതാണ്? ബ്രഹ്മപുത്ര. NW3 നമുക്കറിയാം. കൊല്ലം, കോഴിക്കോട്. അതിന്റെ നീളം അറിയാവോ? 365 കിലോമീറ്റർ ആണ്. 365 കിലോമീറ്റർ കേരളത്തിലുള്ള NW3. NW3 891. NW2 ആണെങ്കിൽ 891. 891. NW3 ആണെങ്കിൽ 365. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഏത് കനാൽ എന്നറിയപ്പെടുന്നു? ഞാൻ പറഞ്ഞു ഈസ്റ്റ് കോസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. അതിൽ ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാലാണ് ഏത്? NW3. ഇത് ഏതെന്നാൽ ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡലം കനാൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡലം കനാൽ. ഏത്? NW3. എത്രയാണ് നീളം? 365. ഓക്കെ. ഇനി അടുത്ത NW4 കാക്കിനട, പുതുച്ചേരി. കാക്കിനട, പുതുച്ചേരി. ഏതൊക്കെ നദിയാണ്? ഗോദാവരി, കൃഷ്ണ. ഗോദാവരി, കൃഷ്ണ. NW4 കാക്കിനാട, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ. ഇതാണ് ഏറ്റവും നീളം കൂടിയത്. ഒരു നിർദ്ദിഷ്ട നീളമാണ് കൊടുത്തിട്ടുള്ളത് 2890. എത്രയാണ്? 2890. 2890. ഇനി NW5 താൽച്ചർ, പാരാദ്വീപ്. താൽച്ചർ, പാരാദ്വീപ്. താൽച്ചർ, പാരാദ്വീപ്. ഇതിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഈസ്റ്റ് കോസ്റ്റ് കനാൽ. പിന്നെ നദി ചോദിക്കണമെങ്കിൽ ബ്രഹ്മണി മഹാനദി. ഏതാണ്? ബ്രഹ്മണി മഹാനദി. 623 കിലോമീറ്റർ ആണ് നീളം. 623. നമുക്ക് പറഞ്ഞു നോക്കാം. NW1 അലഹബാദ്, ഹാൽഡിയ. നദി ചോദിച്ചാൽ ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. നീളം 1620. അടുത്ത NW2 സാദിയ, ദുബ്രി. ഏത് നദി? ബ്രഹ്മപുത്ര നദി. നീളം 891. NW3 കൊല്ലം, കോഴിക്കോട്. എവിടെയാ? എന്തെന്നറിയപ്പെടുന്നു? വെസ്റ്റ് കോസ്റ്റ് കനാൽ. പിന്നെ ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡലം കനാൽ. നീളം 365. അടുത്ത NW4 കാക്കിനട, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ. നീളം 2890. 2000. അത് ഒരു കറക്റ്റ് അല്ല. 2890. അടുത്ത NW5 താൽച്ചർ, പാരാദ്വീപ്. എങ്ങനെ അറിയപ്പെടും? ഈസ്റ്റ് കോസ്റ്റ് കനാൽ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ. ബ്രാഹ്മണി മഹാനദി. നീളം 623. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇന്ത്യയുടെ സമുദ്ര തീരദേശ ദൈർഘ്യം പറഞ്ഞേ. 7516. 7516.6. 7516.6. എന്ത്? ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യമാണ് 7516.6. ഇന്ത്യയിലെ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? തുറമുഖം. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പോർട്ട്. അപ്പൊ ഇന്ത്യയിലെ തുറമുഖങ്ങളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. എന്നാണ് നിലവിൽ വന്നത്? 1980. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് 1980. 1980. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാരിടൈം നീണ്ടകര. ഇന്ത്യൻ നാവിക അക്കാദമി ഏഴിമല, കണ്ണൂർ. നാവിക അക്കാദമി ഏഴിമല, കണ്ണൂർ. ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി. 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 ഓക്കെ അല്ലേ? നമുക്ക് റെയിൽ ഗതാഗതത്തിലോട്ട് പോയാലോ?
നോക്കിയോ, റെയിൽവേ ശൃംഖലയിലെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? 4ാം സ്ഥാനം. അപ്പൊ റെയിൽവേ ശൃംഖലയിലെ ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. അമേരിക്ക, ചൈന, റഷ്യ. അമേരിക്ക, ചൈന, റഷ്യ. 4ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യ. ഓക്കെ അല്ലേ? ഇനി ഏഷ്യയിലാണെങ്കിലോ നമ്മൾ പറഞ്ഞു അമേരിക്ക, റഷ്യ, ചൈന. അപ്പൊ ഏഷ്യയിൽ എത്ര സ്ഥാനം ആയിരിക്കും? 2. 1ാം സ്ഥാനത്തിൽ ആരുണ്ട്? ചൈന ഉണ്ട്. അപ്പൊ ഏഷ്യയിൽ എത്ര സ്ഥാനമാണ്? 2ാം സ്ഥാനം. അപ്പൊ ലോകത്തിലെ റെയിൽവേ ശൃംഖലയുടെ 4ാം സ്ഥാനവും ഏഷ്യയിലെ 2ാം സ്ഥാനവും. ഇനി ഇന്ത്യൻ റെയിൽവേക്ക് ആദ്യകാലത്ത് ഒരു പേരുണ്ടായിരുന്നു, ദ ഗ്രേറ്റ് ഇന്ത്യൻ പെൻസുലാർ റെയിൽവേ. എന്താണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ പെൻസുലാർ റെയിൽവേ. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെൻസുലാർ റെയിൽവേ എന്നാണ് ഇന്ത്യൻ റെയിൽവേ എങ്ങനെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ റെയിൽവേ ഗതാഗതത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഡൽഹൌസി. ഇന്ത്യയിലെ റെയിൽവേക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? ഡൽഹൌസി പ്രഭു. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഏത്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ. എവിടെയാണ് ആസ്ഥാനം? ബറോഡ ഹൗസ്. കുഴപ്പമില്ല. ബറോഡ ഹൗസ്. ഡൽഹൌസി ആര്? പറ. റെയിൽവേ കൊണ്ടുവന്നത്. അപ്പോ ഓക്കെ, അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ബറോഡ ഹൗസ്, ന്യൂഡൽഹി. എവിടെയാണ്? ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഭാഗ്യചിഹ്നമാണെങ്കിലോ ഏത് ആനക്കുട്ടി? ഭോലു എന്ന ആനക്കുട്ടി. അതിന്റെ ആപ്തവാക്യമുണ്ട്. എന്താണ്? സത്യമേവ ജയതേ. രാഷ്ട്രത്തിന്റെ ജീവരേഖ. ആപ്തവാക്യം എന്താണ്? രാഷ്ട്രത്തിന്റെ ജീവരേഖ. ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. ഓക്കെ, ലൈഫ് ലൈൻ ഓഫ് ദ നാഷൻ, രാഷ്ട്രത്തിന്റെ ജീവരേഖ. അപ്പൊ എന്നാണ് ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം? 1853 ഏപ്രിൽ 16. അപ്പൊ ഇന്ത്യൻ റെയിൽവേ എന്നാണ് തുടങ്ങിയത്? 1853 ഏപ്രിൽ 16. 1853 ഏപ്രിൽ 16. ആദ്യത്തെ റെയിൽവേ പാത പണ്ടേ അറിയാം. ബോംബെ മുതൽ താനെ വരെ. എത്ര നീളം ഉണ്ടായിരുന്നടാ? 34 കിലോമീറ്റർ ആണ്. അപ്പൊ ആദ്യ റെയിൽവേ എന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ 1853 ഏപ്രിൽ 16 ഇനി അത് ബോംബെ മുതൽ താനെ വരെ ആയിരുന്നു. 34 കിലോമീറ്റർ ആണ് ദൈർഘ്യം. 34 കിലോമീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ബോറി ബന്ദർ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ബോറി ബന്ദർ, ബോംബെയിലാണ്. ബോംബെ. ഇനി റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം? 1890. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം 1890. ഇനി റെയിൽവേ ബോർഡ് സ്ഥാപിതമായി, അത് 1905. അപ്പോ റെയിൽവേ വന്നത് 1853 ഏപ്രിൽ 16. ഇനി റെയിൽവേ ആക്ട് വന്നത് 1890. ഇനി റെയിൽവേ ബോർഡ് വന്നതാണെങ്കിൽ 1905. ഇനി റെയിൽവേ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചു. അത് കുറെ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ടാണ്. 1951 എന്ത് ചെയ്തത്? ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത്. എന്നാണ് 1951. ഇന്ത്യൻ റെയിൽവേക്ക് ഒരു മാസികയുണ്ട്. അതിന്റെ പേരറിയാമോ? അത് തന്നെയാണ് എന്റെ പേര്, ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേയുടെ മാസികയാണ് ഇന്ത്യൻ റെയിൽവേസ്. അത് ഇംഗ്ലീഷിലാണ്. ഇനി ഹിന്ദിയിലാണെങ്കിൽ ഭാരതീയ റെയിൽ. എന്താണ്? ഭാരതീയ റെയിൽ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നമുക്കറിയാം 53 എവിടെ മുതൽ എവിടെ വരെ? ബോംബെ മുതൽ താനെ വരെ. എന്നാൽ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എന്നാണ്? തെക്കേ ഇന്ത്യയിൽ 3 വർഷം കഴിഞ്ഞിട്ട് 1856. അപ്പൊ തെക്കേ ഇന്ത്യയിലാണെങ്കിൽ 56. കേരളത്തിലെ പറഞ്ഞേ 61. ഏത് മുതൽ ഏത് വരെ? ബേപ്പൂർ തിരൂർ 61. 1861 ബേപ്പൂർ തിരൂർ. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ. എന്താണ്? ഡെക്കാൻ ക്യൂൻ. 1925 കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ആണ് ഡെക്കാൻ ക്യൂൻ. എന്നാണ്? 1925. ഏറ്റവും നീളം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. വിവേക് എക്സ്പ്രസ്. ഏതാണ്? വിവേക് എക്സ്പ്രസ്.
ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ആണ് വിവേക് എക്സ്പ്രസ്. അപ്പൊ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ് ആദ്യത്തെ? ഡെക്കാൻ ക്യൂന്. ഏറ്റവും ദൈർഘ്യമേറിയത് വിവേക് എക്സ്പ്രസ്. വിവേക് എക്സ്പ്രസ്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ചോദിച്ചാലോ? അത് സൂപ്പർ വാസുകിയാണ് കേട്ടോ. ഏതാണ്? സൂപ്പർ വാസുകി. വാസുകി IAS എടുത്തില്ലേ? സൂപ്പർ വാസുകി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയാണ് സൂപ്പർ വാസുകി. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ ഏതാണ്? നമുക്കറിയാം, രാജധാനി എക്സ്പ്രസ്. ഏതാണ്? രാജധാനി എക്സ്പ്രസിലാണ് എന്ത്? വൈഫൈ സംവിധാനം. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഏതിലാണ്? രാജധാനി എക്സ്പ്രസ്. രാജധാനി എക്സ്പ്രസ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിയോ, ലോകത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഗോരഖ്പൂരിലാണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഗോരഖ്പൂർ. ഗോരഖ്പൂർ എവിടെയാണ്? ഉത്തർപ്രദേശ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഗോരഖ്പൂർ. ഗോരഖ്പൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി ലോകത്തിലെ അപ്പൊ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഏത്? ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, കർണാടക. മാറി കേട്ടോ. കർണാടകയിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ഗോരഖ്പൂർ. ഇത് മാറിയല്ലേ ഇത് വന്നത്? ഹുബ്ബള്ളി ആദ്യമായി. ഹുബ്ബള്ളിയാണ് ഇപ്പൊ ഏറ്റവും നീളം കൂടിയത്. ഹുബ്ബള്ളി. ഹുബ്ബള്ളി ഏറ്റവും നീളം കൂടിയത് ഹുബ്ബള്ളിയായി. ഇതപ്പോ ഇതെങ്കിലും രണ്ടാമത്തെ ആയല്ലോ. ഇപ്പൊ ഏതായി? ഹുബ്ബള്ളി. ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ നമ്മുടേതാണ്. കേരളത്തിലുള്ളതാണ്. കൊല്ലം. കൊല്ലം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കൊല്ലം ജംഗ്ഷൻ ആണ്. കൊല്ലം ജംഗ്ഷൻ. കൊല്ലം ജംഗ്ഷൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയത് ഏതായിരിക്കും? കൊല്ലം ജംഗ്ഷൻ ആണ്. വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വടക്കേ അറ്റം ബാരാമുള്ള. ബാരാമുള്ള, ജമ്മു കാശ്മീർ. വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് ബാരാമുള്ള. തെക്കേ അറ്റത്ത് കന്യാകുമാരി. തെക്കേ അറ്റത്ത് കന്യാകുമാരി. പടിഞ്ഞാറേ അറ്റത്ത് നലിയ, ഗുജറാത്ത്. പടിഞ്ഞാറ് നലിയ, ഗുജറാത്ത്. എന്താണ് ഇത് പറയണ? റെയിൽവേ സ്റ്റേഷൻ. നീളം കൂടിയല്ല, റെയിൽവേ സ്റ്റേഷൻ. വടക്കേറ്റത്ത് റെയിൽവേ സ്റ്റേഷൻ ബാരാമുള്ള. എവിടെ? ജമ്മു കാശ്മീർ. തെക്കേറ്റത്ത് കന്യാകുമാരി, തമിഴ്നാട്. പടിഞ്ഞാറ് നലിയ, ഗുജറാത്ത്. നലിയ, ഗുജറാത്ത്. കിഴക്ക ലേഖാപാനി, അസം. ലേഖാപാനി, അസം. ലേഖാപാനി, അസം. ലേഖാപാനി, അസം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നമുക്ക് എത്ര റെയിൽവേ സോൺ ഉണ്ട്? 18 റെയിൽവേ സോൺ ഉണ്ട്. ഓക്കെ അല്ലേ? 18 റെയിൽവേ സോൺ. 18 റെയിൽവേ സോൺ ആണ് ഇന്ത്യയിൽ ഉള്ളത് കേട്ടോ. 18 റെയിൽവേ സോൺ. റെയിൽവേ സോൺ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് വരച്ച് പഠിക്കാം കേട്ടോ. ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാം റെയിൽവേ സോൺ. എടാ, അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് വ്യോമഗതാഗതം കൂടി പറഞ്ഞു നിർത്താം. വ്യോമഗതാഗതം കൂടി പറഞ്ഞു നിർത്താം. അതും കൂടി ആകുമ്പോൾ ആ ടോപ്പിക്കിലുള്ള എല്ലാം ആവുമല്ലോ. അപ്പൊ നോക്കിയോ, വിമാനം ആദ്യമായി കണ്ടുപിടിച്ചതും ഉപയോഗിച്ചതും റൈറ്റ് സഹോദരന്മാരാണ് കേട്ടോ. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവര് കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിച്ചത് എന്താണ്? വിമാനം. അപ്പൊ വിമാനം ആദ്യമായി കണ്ടുപിടിച്ചതും ഉപയോഗിച്ചതും ആരാണ്? റൈറ്റ് സഹോദരന്മാർ. ആരാണ്? റൈറ്റ് സഹോദരന്മാർ. 1903 എന്നാണ്? 1903 റൈറ്റ് സഹോദരന്മാരാണ് വിമാനം എന്ത് ചെയ്തത്? ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും ഉപയോഗിച്ചതും. ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ എന്നാണ് വ്യോമഗതാഗതം ആരംഭിച്ചത്? അത് 1911. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് എന്നാണ്? 1911. 1911. ഇന്ത്യയിലെ എയർ മെയിൽ ആരംഭിച്ചതും 11. അപ്പൊ ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911. ഇതേ വർഷമാണ് എന്ത്? എയർ മെയിൽ ആദ്യമായിട്ട് ആരംഭിച്ചതും 1911. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമഗതാഗത സർവീസ് ഏതാണ്? അലഹബാദ് നൈനി. അലഹബാദ് മുതൽ നൈനി വരെ. അലഹബാദ് നൈനി. അലഹബാദ് നൈനി. ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് JRD ടാറ്റ. JRD ടാറ്റ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് JRD ടാറ്റ. JRD ടാറ്റ. ഓക്കെ അല്ലേ? ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ചു വർഷം ഏതാണ്? 53 ഓഗസ്റ്റ് 1. നമ്മളെ റെയിൽവേ ദേശസാൽക്കരിച്ച എന്നാണ്? 51. വ്യോമയാനം എന്നാണ് ദേശസാൽക്കരിച്ച? 53.
353 എന്ത് ചെയ്തത് ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ഏതാണ്? ഇൻഡിഗോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ഇൻഡിഗോ. ഏതാണ്? ഇൻഡിഗോ. ഇനി അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പുറത്തിറക്കിയ കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. ഏതാണ്? സ്പൈസ് ജെറ്റ്. ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പുറത്തിറക്കിയ കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. സ്പേസ് അല്ലടാ, സ്പൈസ്. സ്പൈസ് ജെറ്റ്. സ്പൈസ് ജെറ്റ്. സ്പൈസ് ജെറ്റ്. ഓക്കെ, ഇനി വിമാനത്താവളങ്ങളാണ്. അതെല്ലാം കൂടി നമുക്ക് എന്ത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചതാരാണ്? ഡേവിഡ് വാറൻ. ആരാണ്? ഡേവിഡ് വാറൻ. ഡേവിഡ് വാറൻ. ഡേവിഡ് വാറൻ. ഈ ബ്ലാക്ക് ബോക്സിന്റെ വേറൊരു പേരുണ്ട്, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ. എന്താണ്? ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ. ഇനി ഈ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായി കപ്പലിലൊരു ഉപകരണം ഉണ്ട് കേട്ടോ. അതിന്റെ പേരാണ് VDR. എന്താണ്? VDR. വോയേജ് ഡേറ്റ റെക്കോർഡർ. വോയേജ് ഡേറ്റ റെക്കോർഡർ. അപ്പൊ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറമാണ് ഓറഞ്ച്. കണ്ടുപിടിച്ചത് ഡേവിഡ് വാറൻ. ഇതിന്റെ മറ്റൊരു പേരാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ. ഇതിന് സമാനമായിട്ട്, അതായത് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായിട്ട് ഏതിലുള്ളത്? കപ്പലിലുള്ള ഉപകരണമാണ് VDR. വോയേജ് ഡേറ്റ റെക്കോർഡർ. വോയേജ് ഡേറ്റ റെക്കോർഡർ. ഇന്ത്യൻ എയർലൈൻസിന്റെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? ദുർബ ബാനർജി. ആരാണ്? ദുർബ ബാനർജി. ഇന്ത്യൻ എയർലൈൻസിന്റെ ആദ്യ വനിതാ പൈലറ്റ് ആണ് ദുർബ ബാനർജി. ദുർബ ബാനർജി. ദുർബ ബാനർജി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് നമ്മുടെ റെയിൽവേ സോൺസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.